ഹായ് LCHF, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വെജിറ്റബിൾ കൊണ്ട് വിവിധ സലാഡ് ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയുമല്ലോ. LCHFൽ വന്നതിൽ പിന്നെ നിങ്ങൾ ഫ്രൂട്ട് സലാഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് അനുവദിച്ച ഫ്രൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ടൊരു ഫ്രൂട്ട് സലാഡാണ്. അപ്പം വരൂ കൂട്ടുകാരെ, നമുക്ക് പുതിയൊരു ഫ്രൂട്ട് സലാഡ് റെസിപ്പിയിലേക്ക് പോകാം. അവക്കാഡോയുടെ പകുതി മതി, പിന്നെ ഒരു പകുതി ഗ്രേപ്പ് ഫ്രൂട്ടും, പിന്നെ ഒരു കുക്കുംബറും, കുറച്ച് ബ്ലൂബെറീസും 4 സ്ട്രോബെറിയും. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അവക്കാഡോയുടെ പകുതി ഞാനിവിടെ എടുക്കുന്നുള്ളൂ. ഒരാൾക്കൊരു ദിവസം ഒരു അവക്കാഡോ വരെ കഴിക്കാം. അവക്കാഡോ നടുകെ മുറിച്ചിട്ട് നമുക്കിതിനെ ചതുരത്തിൽ തോലിൽ വെച്ച് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട് സലാഡിന് ചെറുതാക്കി ചതുരത്തിൽ മുറിച്ചെടുത്താൽ മതി. ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് സ്പൂൺ കൊണ്ട് ഇതിലേക്ക് കോരിയിട്ട് കൊടുക്കാം. നല്ല ചതുര കഷ്ണങ്ങളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കുക്കുംബർ മുറിച്ചെടുക്കാം. സാധാരണ ഫ്രൂട്ട് സലാഡുക്കും വേണമെങ്കിൽ കുക്കുംബർ എടുക്കാം കേട്ടോ. ആദ്യമായിട്ട് ഞാനൊരു പരീക്ഷണം ചെയ്ത് നോക്കിയതാണ്. അപ്പം ഫ്രൂട്ട് സലാഡായിട്ട് യോജിക്കുന്നുണ്ട്. ഇതും ഞാൻ മിക്സിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. സ്ട്രോബെറി മുറിക്കാം. വലിയതായതുകൊണ്ട് ഞാനിവിടെ ഒരു 4 സ്ട്രോബെറി എടുത്തിട്ടുള്ളൂ. സ്ട്രോബെറി ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഗ്രേപ്പ് ഫ്രൂട്ട് കട്ട് ചെയ്യാം. ഇതിൻ്റെ വെള്ളം മാക്സിമം പെടാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. പൊതുവേ ചവർപ്പും പുളിയുള്ളൊരു ഫ്രൂട്ടാണിത്. പിന്നെ ഈ വെളുത്ത ഭാഗം പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ചവർപ്പും പുളിയും ആയിരിക്കും. ഇനി ഇത് നീളത്തിൽ ചെറുതായിട്ട് മുറിക്കാം. ഇതും ഞാൻ മിക്സിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ബ്ലൂബെറീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് പതപ്പിച്ചെടുക്കണം, നല്ല ക്രീമാക്കി എടുക്കണം. ചൂട് കാലാണെങ്കിൽ നിങ്ങൾ ഈ ബീറ്ററിൻ്റെ സ്റ്റിക്കും ഈ പാത്രം ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ തണുപ്പ് ഉള്ള സമയമായതുകൊണ്ട് ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഇനി ഞാനൊരു 4 സ്പൂൺ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വിപ്പിംഗ് ക്രീം വാങ്ങിക്കുമ്പം മധുരം ഇല്ലാത്തത്, ഷുഗർ ആഡ് ചെയ്യാത്തത് നോക്കി വാങ്ങണം. ചെറിയ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പം കണ്ടില്ലേ, കുറേയൊക്കെ ക്രീമായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഇപ്പം ഇത് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഒട്ടി നിൽക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കുത്തിയെടുത്താൽ ഇങ്ങനെ ഒരു കോണായിട്ട് നിൽക്കും. അപ്പോൾ നല്ല ക്രീമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൂട്ടിലേക്ക് മിക്സ് ചെയ്യാം. അതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ കഷ്ണങ്ങൾ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ഫ്രൂട്ട് സലാഡിൻ്റെ മുകളിൽ അലങ്കരിക്കാനായിട്ട് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ കസ്റ്റാർഡൊന്നും ഇല്ലാത്ത ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡിയായി. മധുരമൊന്നും വേണ്ട. ഇത് കഴിക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
ഇനി നമ്മളിവിടെ മാറ്റി വെച്ചിരുന്ന ഫ്രൂട്ട്സ് കഷ്ണങ്ങൾ കൊണ്ട് ഇതിൻ്റെ മുകളിലൊന്ന് അലങ്കരിച്ച് കൊടുക്കാം. ഷുഗർ ഫ്രീ വിപ്പിംഗ് ക്രീം ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഒരു ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കിയ സലാഡിലൊന്നും ഉപ്പും കുരുമുളകും ഇല്ലാതെയാണ് കഴിച്ചിട്ടുള്ളത്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം തോന്നിയത്. ഒരിക്കലും ഉപ്പും കുരുമുളകും ട്രൈ ചെയ്തിരുന്നു, വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ മറ്റേ സലാഡിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും കിട്ടുന്നുണ്ട് ആ സമയത്ത്. എന്തായാലും ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇതിന് മുകളിൽ വേണമെങ്കിൽ നട്ട്സൊക്കെ ഒന്ന് ജസ്റ്റ് വിതറി കൊടുക്കാം. കഴിച്ച് നോക്കട്ടെ. കഴിച്ചിട്ട് കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഈ ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ കൂടെ അവക്കാഡോ വരുമ്പോൾ അവക്കാഡോക്ക് ഒരു ഭയങ്കര രുചി തന്നെ ഉണ്ട്. ഇതിലിട്ടിട്ടുള്ള കക്കരി കടിക്കുമ്പം ശരിക്കും കക്കരിയാണെന്ന് തോന്നുകയില്ല. നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കുമ്പം പച്ചാപ്പിളൊക്കെ ഉപയോഗിക്കില്ലേ, ആ പച്ചാപ്പിൾ കടിക്കുന്ന പോലത്തെ ഒരു ഫീൽ തന്നെയാണ് ഈ കക്കരി കടിച്ച് തിന്നുമ്പോൾ. ഇത് പിന്നെ മറ്റൊരിക്കൽ തയ്യാറാക്കിയതായിരുന്നു. അതിന് മുകളിൽ ഞാൻ തേങ്ങാ കഷ്ണങ്ങൾ ചെറുതാക്കി മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഫ്രൂട്ട് സലാഡിനകത്ത് നിങ്ങൾക്കിതുപോലെ തേങ്ങാ കഷ്ണങ്ങൾ ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനിടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു ക്രഞ്ചി ആയിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ കടിക്കുമ്പോൾ അതിൻ്റെ ഒരു തേങ്ങയുടെ ഒരു മധുരവും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സമയത്ത്, ഇതുപോലെ ഫ്രൂട്ട് സലാഡിലൊക്കെ എടുക്കുന്ന സമയത്ത് വിളവ് കുറഞ്ഞ തേങ്ങയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഈ ഫ്രൂട്ട് സലാഡ് ഐഡിയ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് രാത്രി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഫ്രൂട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവക്കാഡോ ഒരു ദിവസം ഒന്നാണ് മാക്സിമം കഴിക്കാവുന്ന അളവ്. പിന്നെ ഗ്രേപ്പ് ഫ്രൂട്ട് പകുതി, പിന്നെ സ്ട്രോബെറി 3-4 എണ്ണം കഴിക്കാം ഒരാൾക്ക്. പിന്നെ അതിനോട് കൂടെ നമ്മുടെ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കക്കരിക്ക എടുത്തത്. കക്കരിക്ക ഫ്രൂട്ട് സലാഡുക്കും യോജിക്കും. അതിനായിട്ടൊരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഫ്രൂട്ട് സലാഡിക്ക് യോജിക്കുന്നതാണ്. പിന്നെ കിട്ടുമെങ്കിൽ ബ്ലൂബെറിയോ ക്രാൻബെറിയോ അങ്ങനെയുള്ള ബെറീസൊക്കെ കുറേശ്ശെ ഉപയോഗിക്കാം. എന്തായാലും അളവിൽ കൂടാതെ നോക്കുക. LCHFൽ സമയങ്ങളില്ല. വിശക്കുമ്പോൾ കഴിക്കുക, വിശപ്പ് മാറിയാൽ നിർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി.